ഞാൻ ഇങ്ങനെ കോഴിക്കോട് അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ഒരു വഹാബി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് വലിയ വീരവാദം വയ്ക്കി. ഈ വഹാബിസത്തിലേക്ക് പുതുതായിട്ട് ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ടല്ലോ, അഹ്ലുസുന്നത്തിലേക്ക് എന്താ ആരും കടന്നു വരുന്നില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളെങ്ങനെ വഹാബിയായി? അപ്പോൾ അയാൾ ഇങ്ങോട്ട് പറഞ്ഞ് ഞാൻ ഒഴിവ് സമയങ്ങളിലൊക്കെ ഖുർആൻ്റെയും ബുഖാരിൻ്റെയും മുസ്ലിമിൻ്റെയും ഒക്കെ പരിഭാഷ ഇങ്ങനെ വായിച്ചു നോക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി യഥാർത്ഥ തൗഹീദ് വഹാബികളുടേതാണെന്ന്. അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു അതന്നെയാണ് നിങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ഖുർആനെ മനസ്സിലാക്കേണ്ടത് ഒരു കടലായിട്ടാണ്. കടലിനാരാ മീൻ പിടിക്കുന്നത്? നല്ല നീന്താനൊക്കെ എക്സ്പീരിയൻസ് ഉള്ള നല്ല മീൻപിടുത്തക്കാരാണ്. അതേ സ്ഥാനത്ത് നീന്താനൊന്നും അറിയാത്ത ഒരാൾ പോയിട്ട് ആ കടലിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്ന പോലെ ഖുർആനെയും ഹദീസിനെയും ഒക്കെ സ്വന്തമായിട്ട് ഗവേഷണം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പിഴച്ച വഹാബിസം എന്ന ആശയത്തിലേക്ക് മാറി ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സൊഹീൽ ബുഖാരിലെ ഒരു ഹദീസാണ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദാസിമാരായ സ്ത്രീകളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത്. ഈ ഒരു ഹദീസ് കാണുമ്പോൾ ഒരാൾക്ക് തോന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പെണ്ണുങ്ങളോടൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, അതിവിടെ ചെയ്യുന്നത് വഹാബികളല്ലേ, അപ്പോൾ വഹാബികളാണ് യഥാർത്ഥ ദീന്. ഹദീസിൽ കാണുന്നതൊക്കെ റസൂലുള്ളാഹിൻ്റെ ചര്യയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇതേ ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണാം, കാനത്തിൽ കിലാബു തുഖ്ബിലു വ തുദ്ബിറു വ തബൂലു ഫി മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ നായകൾ വരാറുണ്ടായിരുന്നു. എന്താ നിങ്ങൾ ഇതൊരു ചര്യയായിട്ട് മനസ്സിലാക്കിയില്ല? അപ്പോൾ നിങ്ങൾ പറയൂ അത് മുത്തുനബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നായ നജസാണ്, നായ സ്പർശിച്ച തലം 7 പ്രാവശ്യം കഴുകണം എന്നൊക്കെ. എന്നാൽ അള്ളാഹിൻ്റെ ദാസിമാരായ സ്ത്രീകളെ അള്ളാഹിൻ്റെ ഭവനങ്ങളെ തൊട്ട് തടയരുത് എന്ന് പറഞ്ഞ അതേ മുത്തുനബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓ ബുയൂത്തുന്ന ഖൈറുല്ലഹുന്ന, നിസ്കരിക്കാൻ സ്ത്രീകൾക്ക് അവരുടെ വീടുകൾ തന്നെയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ മുത്തുനബി തങ്ങളെ തടയരുത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പോകുന്നതിനെ തൊട്ടല്ല എന്ന് അതിൽ തന്നെ മനസ്സിലായി. ഇനി നബിതങ്ങൾ തടയരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇമാമിങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ അർത്ഥം എല്ലാ പള്ളികളെ തൊട്ടും സ്ത്രീകളെ തടയരുത് എന്നാണ്. കാരണം അങ്ങനെ വരികയാണെങ്കിൽ മസ്ജിദുൽ ഹറാമൊക്കെ തടയേണ്ടി വരും. അപ്പോൾ പിന്നെ സ്ത്രീകൾക്ക് ഹജ്ജും ഉംറയൊന്നും ചെയ്യാൻ പറ്റാതെ വരും. കാരണം മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിൽ കൂടിയാണല്ലോ തവാഫ് ചെയ്യേണ്ടത്. വഹാബിയുടെ ചോദ്യം നിൽക്കുന്നില്ല. റസൂലുള്ളാഹിൻ്റെ കാലത്ത് വേറെയും ഒരുപാട് സ്ത്രീകൾ പള്ളിയിൽ പോയതായി ഹദീസുകളിലുണ്ടല്ലോ. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവരൊക്കെ പോയിരുന്നു. പക്ഷേ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ല. അവിടെ ചെന്നപ്പോൾ നിസ്കാരത്തിൻ്റെ സമയപ്പോൾ നിസ്കരിച്ച കഥയല്ല പറയുന്നത്. അതിപ്പോൾ നമ്മളായാലും മസ്ജിദുൽ ഹറാമിലൊക്കെ സ്ത്രീകൾ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ നിസ്കരിക്കാറുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു? അതും ഇമാമിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ തക്സീരി സവാദിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ അംഗബലത്തെ കാണിച്ചുകൊണ്ട് കാഫിരിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. കാരണം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, ആ പോയ കൂട്ടത്തിൽ വൽ ഹുയ്യള, ഹൈലുകാരികൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടതല്ല എന്ന് ഉറപ്പായില്ലേ?